ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഐഡിയൽ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന SSLC സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എത്ര പഠിച്ചാലും നമ്മൾ ഏത് മത്സര പരീക്ഷയ്ക്ക് പോകുന്നവരായാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. ഫിസിക്സ് 1ഉം 2ഉം ആൻഡ് മൂന്നാമത്തെ ഹാഫ് പോർഷൻസ് ആണ് ഓണപ്പരീക്ഷയ്ക്ക് വരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അങ്ങനെ വരുന്ന കഴിഞ്ഞ ഇയറത്തെയും അതുപോലെ മറ്റുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുള്ളതായിട്ടുള്ള കുറേ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കയ്യിലുണ്ടായിരുന്നു. അതിലൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പഠിച്ചു കഴിഞ്ഞവരും റിവിഷൻ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. അപ്പോൾ എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. റെഡി? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുറച്ച് സെക്ഷൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഓരോന്നായിട്ടും എന്ത് ചെയ്യാം, വായിച്ചിട്ട് ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, ഉറപ്പ് വരുത്തുക. കിട്ടാത്തത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പഠിക്കുക. റെഡി? ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഏത് പോർഷനിൽ നിന്നാണ് അധികമായും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതും ആ പോർഷൻ ഒന്നും കൂടി ഊന്നി പഠിക്കാനുള്ള ഒരു സാഹചര്യം കൂടി കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കാം. സെക്ഷൻ എയിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതമാണ് എന്ത് ചെയ്യുന്നത്, കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ സ്പെക്ട്രം ഒബ്റ്റൈൻഡ് ഓൺ എ സ്ക്രീൻ വെൻ സൺലൈറ്റ് പാസസ് ത്രൂ എ പ്രിസം ഈസ് ഡെപിക്റ്റഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇമേജ്? ഇതിൽ ഏതാണ് കറക്റ്റ് ഇമേജ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ പ്രിസത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സൺലൈറ്റ് പാസ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. സൺലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് റിഫ്ലക്ഷൻ നടന്ന് ഇത് സ്ക്രീനാണ്, സ്ക്രീനിലോട്ട് വരുന്നത്. VR എന്നുള്ള രീതിയിലാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റും തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു കാരണവും തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? സ്പീഡ് ഓഫ് എ വേവ് ത്രൂ എ മീഡിയം ഡിപ്പെൻഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മീഡിയം എന്ന് പറഞ്ഞത്, ഒരു വേവ് പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം സൗണ്ട് വേവ് ഉണ്ട്, ലൈറ്റ് വേവ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് വേവുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു വേവ് പാസ് ചെയ്ത് പോകുമ്പോൾ അതിന് മീഡിയം ആവശ്യമുള്ളവയുണ്ട്, മീഡിയം ആവശ്യമില്ലാത്തവയുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് വേവിൻ്റെ സ്പീഡ് ത്രൂ ഈ മീഡിയം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പം വെള്ളത്തിലൂടെ പോകുന്ന ഒരു വേവിൻ്റെ സ്പീഡ് പോലെ ആയിരിക്കില്ല എയറിൽ പോകുന്നത്. അത് തികച്ചും കറക്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്നാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെൻ സ്പീഡ് ഈസ് കോൺസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത് എന്നാണ് അവിടെ കാരണം പറഞ്ഞിരിക്കുന്നത്. കാരണം ഒന്ന് നോക്കിയേ, സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ്, ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, വേവ് ലെങ്ത് കുറയുന്നു. അതും കറക്റ്റാണ് അല്ലേ? കാരണം നോക്കിയേ, വേവ് ലെങ്ത് ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനൊരു വേവും ഉണ്ടെങ്കിൽ ഇത് രണ്ടും നടന്നത് 1 സെക്കൻഡ് സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള വേവിൻ്റെ എണ്ണം 2 ആണ്, ഇവിടെയുള്ള വേവ് 4 ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ എന്താണ് സത്യത്തിൽ, സ്പീഡ് ഇവിടെ കോൺസ്റ്റൻ്റാണ്, പക്ഷെ അവിടെ എന്താണ്, വേവ് ലെങ്ത്തും തമ്മിൽ ബന്ധമുണ്ട്, വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും പറഞ്ഞത് ശരിയാണെങ്കിലും നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിലുള്ള ഏതാണെന്ന് പിക്ക് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. ദ റീസൺ എക്സ്പ്ലെയിൻസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടും ശരിയാണ്. റീസൺ എക്സ്പ്ലെയിൻ, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് റീസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്നാണ്. ആണോ? ഈ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റീസൺ ആണോ ഇവിടെ കൊടുത്തിരിക്കുന്നത്? അല്ലല്ലോ. സ്പീഡ് ഓഫ് ദ വേവ് ത്രൂ മീഡിയം ഡിപ്പെൻഡ് ഓൺ ദ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും വേവിൻ്റെ സ്പീഡ് എന്നാണ്. അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല, സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫ്രീക്വൻസി ഓഫ് വേവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ്. രണ്ടും കറക്റ്റ് ആണെങ്കിലും എന്താണ്, ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ നോക്കാം. യെസ്,
സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ് ആണെങ്കിലും ഹവർ ദ റീസൺ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് കേട്ടോ അതിൻ്റെ ആൻസർ. റെഡി? അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചോദ്യപേപ്പർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ ദ ഫിഗർ എൽ ഡിനോട്ട്, ഈ എൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലെൻസ് ആയിട്ടാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് ദ ലെൻസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പിക്ചർ. ഈ ഒരു പിക്ചറിൽ ഏത് ടൈപ്പ് ലെൻസ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് ലൈറ്റ് റേസ് ആണ് വരുന്നത്. ലൈറ്റ് റേസ് വന്ന് എന്ത് ചെയ്യാണ്, സ്പ്രെഡായി തെറിച്ച് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അല്ലേ, അല്ലാതെ കൺവെർജിങ് ചെയ്യുന്ന പോലെയല്ലല്ലോ, അല്ല, തെറിച്ച് എങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലെൻസ് എന്തായിരിക്കും, കോൺകേവ് ആയിരിക്കും അല്ലേ, അതിൽ ഡൗട്ട് ഇല്ലല്ലോ. കോൺകേവ് ലെൻസ് ഇങ്ങനെയുള്ള ലെൻസാണ്. കോൺവെക്സ് ലെൻസ് ഇങ്ങനെയാണ്. കോൺവെക്സ് ലെൻസിലൂടെ ലൈറ്റ് റേസ് പാസ് ചെയ്യുമ്പോൾ അത് കൺവെർജ് ചെയ്യുന്നു. ആൻഡ് കോൺകേവ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ കോൺകേവ് ലെൻസ് ആണ് ആൻസർ. ആൻഡ് ഫോർത്ത്, ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ കോൺവെക്സ് ലെൻസ് ഫോംസ് എ റിയൽ ഇൻവേർട്ടഡ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ബേസ്ഡ് ഓൺ ദി സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ. എന്താണ് ഒരു കോൺവെക്സ് ലെൻസ് എങ്ങനെ ഇമേജുകൾ ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യുന്നു, റിയലും ഇൻവേർട്ടഡും മാഗ്നിഫൈഡും ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പൊസിഷനിലാണ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്ന് സെലക്ട് ചെയ്യാനാണുള്ളത്. ആദ്യം പറഞ്ഞു കോൺവെക്സ് ലെൻസ് ഡൈവർജിങ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ഈസ് ഡൈവർജിങ് ലെൻസ് ഒരിക്കലും അല്ലേ, അത് കൺവെർജിങ് ചെയ്യുന്ന ലെൻസാണ്. പിന്നെ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് ലെൻസ്. ലെൻസിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമേജ് എവിടെ വരുന്ന ഇമേജ് റിയലും ഇൻവേർട്ടഡും മാഗ്നിഫൈഡും ആയിരിക്കുമോ? മാഗ്നിഫൈഡും ആയിരിക്കുമോ? ഇല്ല അല്ലേ. മൂന്നാമത്തത് ദ ഒബ്ജക്റ്റ്, ഓക്കെ, ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് 2F. 2Fൻ്റെ ഫോക്കസിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ, റിയലും ഇൻവേർട്ടഡും മാഗ്നിഫൈഡും ആയിരിക്കും. വലിയ ഇമേജ് ആയിരിക്കും, തലകുത്തനായിരിക്കും, റിയൽ ആയിരിക്കും. എന്നാൽ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഫോക്കസ്. ഫോക്കസിലാണെങ്കിലും നമ്മൾ പഠിച്ചു ഇൻഫിനിറ്റി ആയിട്ട് പോകും. എന്നാലും എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് എവിടെയെങ്കിലും അതിൻ്റെ ഇമേജ് പ്രതിഫലിക്കും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ ആൻസർ ഈസ് എന്താണ്, 3 and 4, ഓപ്ഷൻ ഡി. ഇതാണ് സെക്ഷൻ എ. ഇനി നമുക്ക് സെക്ഷൻ ബി വർക്കൗട്ട് ചെയ്യാം.